Hi all, hope you all are doing good. Welcome back to another long video from the Netters. This is Friday evening. ഇന്നായിരുന്നു വിജിയുടെ 30 പൂജ. പള്ളിയിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വന്ന് കിടന്നുറങ്ങി. അമ്മ എണീറ്റ് അമൃതമൊക്കെ കാച്ചി ഈ സൈഡ് ടേബിളിൽ വെച്ചിട്ടാണ് പിരിവിന് പോയത്. അവൻ എണീറ്റ ഉടനെ അവനിങ്ങനെ അമൃതം കുടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നിലവിളിച്ച് ബഹളം ഉണ്ടാക്കും. അതുകൊണ്ടാണ് അങ്ങനെ തൊട്ടടുത്ത് വെച്ചിട്ട് പോകുന്നത്. അവൻ ഏതാണ്ട് എണീക്കാൻ തുടങ്ങുന്നു എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷേ അവൻ എന്നെ പറ്റിച്ചു. പിന്നെയും കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും ക്യാമറയൊക്കെ ഓഫ് ചെയ്തു. പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഓൺ ചെയ്തത്. ഉറക്കത്തിൽ നിന്ന് ഉണർന്നെങ്കിലും ഇങ്ങനെ മന്ദം മന്ദം അവിടെ ഇവിടെയും താങ്ങി തൂങ്ങിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ തൽക്കാലം കാർത്തു വിട്ടു കൊടുത്ത് സോഫയുടെ ഒരു സൈഡിൽ ചാരി ഇരുത്തിയിട്ടാണ് കിച്ചണിലോട്ട് വന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചായയൊക്കെ ഇടണം. ചായയുടെ കൂടെ നിന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ട കേട്ടോ. സ്കൂളിൽ നിന്ന് 4th സ്റ്റാൻഡേർഡിൻ്റെ ഫെയർവെൽ ആയിരുന്നു. അപ്പോൾ അവർക്ക് എഗ് പഫ്സും ലഡുവും ഒക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. ഇന്നലെ കളറിംഗ് ഒക്കെ കഴിഞ്ഞ് സ്കൂളടച്ച് വീട്ടിൽ വന്നപ്പോൾ തന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ പുലിച്ചിറയിലേക്ക് പോകുമെന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കുക്കു സാർ ഇവിടെ നിന്നത്. ഫെയർവെല്ലിന് ഞാൻ പോകാൻ ഇറങ്ങിയതിനേക്കാളും മുമ്പേ രാവിലെ ഒരു ഷിമ്മി കവർ എടുത്ത് അതിൽ ഫുട്ബോളും ഇട്ട് കളിക്കാനിടുമ്പോൾ ഉള്ളൊരു ചെരുപ്പും ഒക്കെ എടുത്തിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ വരുന്നു, ഞാൻ ആനയും ഡാഡിയുടെയും കൂടെ പുലിച്ചിറ പോകുന്നു എന്നും പറഞ്ഞിട്ട്. അങ്ങനെ കുക്കുവും ഫെയർവെല്ലിന് വന്നു. അവൻ ഈ എഗ് പഫ്സും ലഡുവും ഒന്നും കഴിച്ചില്ല. അവന് ഫുള്ളി പുലിച്ചിറയിലോട്ട് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് രണ്ടും ഞാനിങ്ങ് എടുത്തുകൊണ്ട് പോരുന്നു. ആലൻ അതങ്ങ് ചൂടാക്കി കൊടുക്കാമെന്ന് കരുതി. ലഡു അമ്മയ്ക്കും കൊടുക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത് ഞാനും നിലുമയും മാത്രം വീട്ടിലുള്ളൊരു ഈവനിങ് ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അലൻ എത്തും കേട്ടോ സിറ്റിയിൽ നിന്ന്. കുക്കു സാർ ഇനിയിപ്പോൾ സാറ്റർഡേ വൈകുന്നേരം എത്തും. ഡാരലും ഉണ്ടാവും. അവർ രണ്ടുപേരും സൺഡേ ഇവിടെ കാണും. ഞാനും ചേച്ചിയും കൂടെ സൺഡേ എറണാകുളം വരെ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. ഡാഡിയുടെ ഒരു സിസ്റ്റർ എറണാകുളത്തുണ്ട്. ആൾക്ക് ഇത്തിരി വയ്യ. അപ്പോൾ ഒന്ന് കാണാനൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് സൺഡേ. പൊടിച്ചി ആൻറ്റിയുടെ വീട്ടിൽ നിന്നിട്ടാണ് ആലനും ജാക്കിയും ജെൻ ചേച്ചിയും ഒക്കെ പഠിച്ചത്. ആൻറ്റി മാരീഡ് ഒന്നും അല്ല കേട്ടോ. ഒരു LIC ഏജൻ്റായിട്ടാണ് ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് ചെറുതായിട്ട് വണ്ടിക്ക് ഒരു തട്ടൊക്കെ കിട്ടിയായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. അത് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും അലനും കുക്കുവും ഒക്കെ ഇതിന് മുൻപും വെക്കേഷൻസൊക്കെ പല തവണ ഞങ്ങളിപ്പോൾ ഇതണക്ക് നിൽക്കാറുണ്ടായിരുന്നു ആൻറ്റിയുടെ കൂടെ. ഇപ്പോൾ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് നിലുവിൻ്റെ ഡെലിവറി, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ നോക്കിയിട്ടാണ് ഞാൻ ഡെലിവറി നിർത്തിയത്. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. നിലുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ആൻറ്റി നമ്മുടെ വീട്ടിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും സാറ്റർഡേ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആലനില്ല, ഞാനും ചേച്ചിയും അളിയനും ഒക്കെ ആയിട്ട്. ഡെല്ല അവിടെ എസ്തറിൻ്റെ വീട്ടിൽ നിൽക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഡാരലും കുക്കും ഇവിടെ. അപ്പോൾ സൺഡേ മോർണിംഗ് ഒരു 5 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങുമായിരിക്കും. ഇപ്പോൾ ഫോണിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജെൻ ചേച്ചിയുടെ അടുത്താണ് കേട്ടോ. ചായ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഈ പോണ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി തിരിച്ചു വരുന്നത് വരെ ഞങ്ങളിങ്ങനെ തകർത്ത് ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനൊക്കെ ആയിട്ട്. എനിക്കെന്തോ വലിയ വിശപ്പ് അങ്ങോട്ട് തോന്നുന്നില്ല. ലഞ്ച് കഴിച്ചപ്പോഴത്തേക്ക് ഒരു 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ മാത്രം എടുക്കാമെന്ന് കരുതി ആലനുള്ള ചായ ഒഴിച്ച് അവിടെ അടച്ചു വെച്ചു. ആലൻ എത്തുമ്പോഴേക്ക് എഗ് പഫ്സ് അവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാമെന്ന് കരുതി. ചായ ഇട്ട് കഴിഞ്ഞാൽ ചായപാത്രമൊക്കെ കഴുകി മാറ്റി കഴിഞ്ഞപ്പോഴേക്ക് TVയും കണ്ട് അവിടെ ഇരുന്ന ആൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ മതിലിൻ്റെ അടുത്ത് പോയി നിന്ന് ആരെയോ വിളിച്ചു കൂവുന്നു. അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരൊക്കെ വിളിക്കും കേട്ടോ. എടാ എന്നെ ഇച്ചിരി വെളി തൊണ്ടുപോടാന്നും പറഞ്ഞിട്ട്. വരുത്തില്ലല്ലോ. കുക്കു ഫുട്ബോൾ കളിച്ച് പൊട്ടിച്ച ചട്ടിയാണത്. ആക്ച്വലി അതിൽ ആ ചെടീൻ്റെ താഴെ ചെടിച്ചട്ടി ഇല്ല, പക്ഷേ അതേ മോഡലിൽ ആ വേരും മണ്ണും കൂടെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അത് അവൻ എങ്ങനെയാണ് പൊട്ടിച്ചതെന്നൊക്കെ നിലു എന്നെ ആക്ഷൻ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. ഞാനെല്ലാം അമ്മ കുക്കു ഇങ്ങനെ പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. സൺസെറ്റൊക്കെ ഇതേ ഇവിടം വരെയായി. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ക്ലൗഡ് കൊണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിനി നോക്കാം. ഇവിടെ നിന്നിങ്ങനെ വിളിച്ചു പോകുമ്പോഴേ ആരെങ്കിലും ആയിട്ട് അവനെ പൊക്കി അപ്പുറത്ത് ലില്ലിയൻച്ചി എടുത്ത് കൊടുക്കും കേട്ടോ. എന്നെ തൊണ്ടുപോടാ എടാ എന്നെ വെളി തൊണ്ടുപോടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും പാവം കൊച്ചിൻ്റെ അകത്ത് പൂട്ടിയിട്ടേക്കുവാണെന്ന്. കുക്കും ഇല്ലല്ലോ, അതിൻ്റെ ബോറടിയാട്ടോ. നമ്മുടെ കടപ്പുറത്തെ പണിയൊക്കെ തകൃതിയായിട്ട് നടപ്പുണ്ട്. ലില്ലിയംച്ചി ഇതേ അവിടെ വീട്ടിൻ്റെ മുന്നിൽ ബെഞ്ചിൽ ഇരിപ്പുണ്ട്. ആട്ടുമ്പേനെയൊക്കെ വീട്ടിൽ കൊണ്ടുപോകുന്ന സമയമായി. ഇത്ര നേരം അവൻ അതും നോക്കിക്കൊണ്ടാണ് നിന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ, പക്ഷെ മഴ പെയ്യുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ നിന്നിട്ടുണ്ടല്ലോ ആൾ പോയി. ഇപ്പോൾ അമൃതമൊക്കെ കുടിച്ചല്ലേ ഉള്ളൂ. എൻ്റെ അടുത്ത് മിണ്ടാതെ പറയാതെ അടങ്ങിയിരുന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ സംഭവിക്കുന്നുണ്ടെന്ന്. പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് കുളിപ്പിച്ചെടുത്തു. കുളിപ്പിക്കുന്നതൊക്കെ എളുപ്പമാണ്, വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമായതുകൊണ്ട്. പക്ഷേ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ഇതാണ്. ഷാരൂഖ് ഖാനെ ഞാൻ എടുക്കണ ഒരു ഉടുപ്പും പിടിക്കത്തില്ല. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും മസിലും പിടിപ്പിച്ചാണ് നിന്നിരിക്കുന്നത്. ഇതൊക്കെ ഇടത്തില്ല കേട്ടോ. കൈയില്ലാത്തതൊക്കെ ഭയങ്കര ആക്ഷേപമാണ് ആൾക്ക്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മൈൻഡ് മാറ്റി അങ്ങ് സെറ്റാക്കി വിടും. കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അനീജാസിനും കൊച്ചും കൂടെ അവിടെ പഴംപൊരിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. മമ്മേനെയും നിലുവിനെയും വിളിക്കുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അലപ്പയ്ക്കുള്ള ചായ എടുത്ത് വെച്ചിട്ട് മമ്മ വരാം, നിങ്ങൾ പൊയ്ക്കോളാൻ. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ട് ആലനുള്ള എഗ് പഫ്സ്
അവനിൽ വെച്ചിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുത്തു. ലഡു ഞാൻ അമ്മയ്ക്ക് അങ്ങനെ തന്നെ അടച്ചു വെച്ചു കേട്ടോ. ഇതെല്ലാം ഇവിടെ അടച്ചു വെച്ചിട്ട് അപ്പുറത്തോട്ട് പോയാൽ എനിക്ക് അമ്മച്ചി ഇട്ടിരുന്ന് കുറച്ച് നേരം കത്തി വെക്കാം. കല്യാണം കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഇത്തിരി ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എസ്പെഷ്യലി വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും മമ്മി ഞാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം പോയി ഇരിക്കുമായിരുന്നു. ഇനി സൺസെറ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, അത് കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു അത് ക്ലൗഡ് കൊണ്ടുപോകുന്നു. പിന്നെ അമ്മച്ചിയെടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തെ ഇത് വെച്ചുവാണ് കേട്ടോ. അവൻ ക്യാമറയിൽ പെട്ടു എന്ന് അറിഞ്ഞതിൻ്റെ ചിരിയാണ്. അകത്ത് പഴംപൊരിയൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ നല്ല ചൂടായതുകൊണ്ട് ഇവരാരും എടുത്തില്ല എന്ന്. അനീച്ചാച്ചൻ എന്നോട് കുക്കൂനെ എന്തടി അങ്ങ് പറഞ്ഞു വിട്ടേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവനായിട്ട് കവറും തൂക്കി പോയതാണ്, നാളെ വരുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അകത്ത് പോയിരുന്ന ദേ പഴംപൊരിയൊക്കെ കഴിച്ചു. പഴംപൊരി നമ്മുടെ ഇരവിപുരം ജംഗ്ഷനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ സാധനത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്തോ ഇഡ്ഡലിമാവിൻ്റെ അകത്ത് ചെയ്ത മാതിരി ഇരിപ്പുണ്ട്. അതാണ് ലില്ലിയമ്മച്ചി പറയുന്നത് എന്തോ ഉഴുന്ന് ചവയ്ക്കുന്നുണ്ട് എന്ന്. എനിക്കും ടേസ്റ്റിൽ അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഇഡ്ഡലിയും ഏത്തപ്പഴവും കൂടെ തിന്നുന്ന പോലെ ഇരുന്നു കഴിച്ചപ്പോഴേക്ക്. നമ്മുടെ ഇവിടെ അടുത്ത് ലത ചേച്ചിയുടെ കടയിൽ നല്ല അടിപൊളിയായിട്ടുള്ളത് കിട്ടും. ചേട്ടൻ അവിടുന്ന് വന്നുകൊണ്ട്, അനീഷാസിൻ്റെ വീട് നമ്മുടെ പള്ളിക്ക് നേരെ ഇത്തിരി അപ്പുറത്താണ്. അപ്പോൾ അവിടുന്ന് വന്നതുകൊണ്ട് അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു. നിലുവും കൊച്ചുവും ഒക്കെ എന്തായാലും ഇരുന്ന് കഴിക്കുന്നുണ്ട്. വൈകുന്നേരത്തെ അമൃതം കൂടി കഴിഞ്ഞാൽ ഞാനും അലനും ചായ കുടിക്കുന്ന നേരത്താണ് നിലുവും കുക്കും എന്തെങ്കിലും പിന്നെ ഒരു ഈ ഇടക്കാല സ്നാക്സ് കഴിക്കുന്നത്. ഇന്നത് കിട്ടിയില്ലല്ലോ. പിന്നെ അവിടെ നിന്നിട്ട് എൻ്റെ അടുത്തോട്ട് വരണമെന്നും പറഞ്ഞിട്ട് ഓടി വന്നിട്ട് ദേ വീണു. ഞാൻ ആ സമയത്ത് ക്യാമറ കൊണ്ട് അപ്പുറത്തോട്ട് വെക്കാൻ നിൽക്കുമായിരുന്നു. ഇത് ആദ്യത്തെ വീഴ്ച. ഇത്തിരി കഴിയുമ്പോൾ ഒന്നും കൂടെ വീഴും കേട്ടോ. അതും കറക്റ്റായിട്ട് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. ഞാനും ലില്ലിയമ്മച്ചിയും കൂടെ കുറച്ച് നേരം അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മിനി ആൻറ്റി വന്നു. പിന്നെയും എന്തോ കുശലാന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദേ ആ ബെഞ്ചിൻ്റെ അറ്റത്തുനിന്ന് ഒരുത്തൻ നേരെ താഴേക്ക് വന്നു. ഞങ്ങളെ നോക്കി കാല് വെച്ചതാ, കാല് തെന്നിപ്പോയി. അപ്പോൾ എന്തായാലും വലിയ ഒന്നും പറ്റിയില്ല, നേരെ കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തു. പിന്നെ എല്ലാവരും കണ്ടതിൻ്റെ ഒരു ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം മടിയിലിരുത്തിയപ്പോഴത്തേക്ക് അതങ്ങ് മാറി. ലില്ലിയമ്മച്ചി അകത്തോട്ട് പോയ തക്കം നോക്കിയിട്ട് ഞങ്ങൾ പുറത്ത് നിന്ന് മെയ് മാസത്തെ ട്രിപ്പിൻ്റെ കാര്യം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാ വർഷവും സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോകും. കഴിഞ്ഞ തവണ ഞങ്ങളെല്ലാവരും കൂടെ മൂന്നാറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ ഞാൻ റീൽസ് മാത്രം ചെയ്യുന്ന സമയത്തായിരുന്നത് കൊണ്ട് ഓരോ ദിവസവും ഞാൻ ഓരോ റീലായിട്ടാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഇടയ്ക്കൊരു ദിവസം അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു ട്രിപ്പ് വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത്തവണ കുറച്ചുകൂടെ വിശാലമായിട്ട് നല്ലൊരു വ്ലോഗ് അങ്ങ് ചെയ്യണം. പ്ലാനിങ് ഒക്കെ അതിൻ്റെ ഒരു ബഡ്ഡിങ് സ്റ്റേജിലായിട്ടുള്ളതേ ഉള്ളൂ കേട്ടോ. ഈ ഫൈനാൻസും പിന്നെ ഈ പറയുന്ന റൂട്ടും ഹോട്ടൽസ് തപ്പിപ്പിടിക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ എനിക്ക് കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഫൈനലി ഞാൻ ഉറപ്പിക്കും, എവിടെയെങ്കിലും കൊണ്ട് ഞാൻ ചവിട്ടി നിർത്തും. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഒരു സെബാസ്റ്റ്യൻ ചേട്ടനെയോ അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് കഴിഞ്ഞ തവണത്തെ അസറ്റ് എന്ന് പറയുന്നത്, അതായത് അൺഫർഗറ്റബിൾ ആയിട്ട് കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയത് മറയൂരിലെ വുഡ് ഹൗസ് ആയിരുന്നു. ഇങ്ങനെ തപ്പിപ്പിടിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും വളരെ വലുതാണ്. പ്രത്യേകിച്ച് എനിക്ക്, ഞാൻ തപ്പിയെടുക്കുന്ന സ്പോർട്സ് അവസാനം ഇവർ അടിപൊളിയായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അംഗീകരിക്കുന്ന ടീംസൊന്നും അല്ല കേട്ടോ. എന്നാലും കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ഇത്തിരി വിശ്വാസമൊക്കെ ഉണ്ട് എൻ്റെ പുറത്ത്. ഇനി നമുക്ക് ഒതുക്കൽ പരിപാടികൾ തുടങ്ങാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട്. ഞങ്ങളുടെ ട്രിപ്പ് ഒരു മെയ് 15 കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. ലിവുക്കുട്ടൻ ഇപ്പോഴും കപ്പലിൽ തന്നെയാണ്. അവൻ്റെ കാലും കൂടെ കരയിലൊന്ന് കുത്തി കിട്ടിയ ഏതെങ്കിലും ഒരു റിസോർട്ടൊക്കെ കണ്ടുപിടിച്ച് ടപ്പേന്ന് ബുക്കിങ്സൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. സകല കളിപ്പാട്ടങ്ങളും മാറിയിടാനായിട്ടൊരു ടോയ് ബാസ്ക്കറ്റും പിന്നെ ഈ സ്റ്റഫ് ചെയ്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടിടാനായിട്ട് ആ ടെൻറ്റും ഉള്ളതുകൊണ്ട് എൻ്റെ ഈ ഒതുക്കൽ പെട്ടെന്ന് അങ്ങ് കഴിയും. അതുകൊണ്ട് എനിക്കിഷ്ടമാണ് ഒതുക്കാനായിട്ട്. വാരി അവിടെ എവിടെയും കൊണ്ട് വെച്ചാൽ മതിയല്ലോ. പക്ഷേ ആ ഫസ്റ്റ് റൂമിലെ ടേബിളാണ് എപ്പോഴും കുളമാവുന്നത്. ഇവിടുന്ന് എടുക്കുന്ന ബാഗും ബുക്സും ഒക്കെ പിന്നീട് അറേഞ്ച് ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ ആ ഫസ്റ്റ് റൂമിലെ ടേബിളിൽ കൊണ്ടുവയ്ക്കും. അവിടെ നിന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറാനായിട്ട് ഇത്തിരി താമസം പിടിക്കും. ആ റൂം ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ. ഞാൻ ഒരുങ്ങാൻ വേണ്ടിയിട്ടും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടും മാത്രമേ അങ്ങോട്ടേക്ക് കയറാറുള്ളൂ. ഈ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഉറങ്ങുന്ന കാണിക്കുന്ന ആ സെക്കൻഡ് റൂം, കിഡ്സ് റൂമിലാണ് പിന്നെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആരെങ്കിലും ഉറങ്ങുന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് റൂം അങ്ങനെ ഇഗ്നോർ ചെയ്തിട്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനുള്ളൊരു റൂമും ഒരു കട്ടിലും. അങ്ങനെ നമ്മുടെ സോഫയുടെ സ്പേസ് ഒതുക്കി ഡൈനിങ് ടേബിളിൻ്റെ അവിടെയൊക്കെ ഒതുക്കി കഴിഞ്ഞു. ഈ ഡൈനിങ് ടേബിളിൽ ചെയറിൻ്റെ അകത്ത് അപ്പുറത്തെ ചെയറിലെ കുഷനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാതെ പോകുന്നത്, അത് നിലം അന്ന് ഇളക്കിയിട്ട് ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ. എടുത്ത് വെക്കുമ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ടിരിക്കും. ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് അത് വന്ന് താഴെ വീഴും. ഇനി അത് ആണിയൊക്കെ അടിച്ചൊന്ന് ശരിയാക്കണം. പക്ഷേ അതിൽ ആക്ച്വലി ആണി തന്നെയാണ് അടിച്ചിരിക്കുന്നത്. ഇളകി വീഴുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആണിയുടെ കഷ്ണം. ആണി അടിച്ച് തന്നെയാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പഴയ മോഡലാണ്.
ആ ഡൈനിങ് ടേബിളും എനിക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റണം, ഒരു കുഞ്ഞ് ടേബിളാക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതിത്തിരി ഭയങ്കര വലുതാണ്, പക്ഷേ അതിൻ്റെ എന്തുവാ പറയുന്നത്, അത്രയും നമുക്ക് വേണ്ട. ഇവിടെ ഫാമിലിയിൽ എല്ലാവരും വന്നാലും അതിൻ്റെ അകത്ത് ചുറ്റും ഇരിക്കാനും ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് 2 ചെയർ എടുത്ത് പുറത്തിട്ടിരിക്കുന്നത്, അതിൻ്റെ തന്നെ. എപ്പോഴെങ്കിലും മാറ്റാം. ഇപ്പോഴും ഫോണിൽ ജിൻചേച്ചി തന്നെയാണ് കേട്ടോ. ദോശമാവ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അലൻ. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടില്ലായിരുന്നു, പൂജയൊക്കെ ഉള്ളതുകൊണ്ട്. ചോറുണ്ടായിരുന്നു ആക്ച്വലി. പൂജയ്ക്ക് ആരെങ്കിലും പോയില്ലെങ്കിൽ ചമ്മന്തിയൊക്കെ അരക്കാമെന്ന് വിചാരിച്ചിരുന്നിട്ട് എല്ലാവരും പൂജയ്ക്ക് വന്നു. അതായത് അലനും അമ്മയും ഞാനും നിലുവും പോയി, കുക്കു അങ്ങ് പുലിച്ചെറിയിലും പോയി. അപ്പോൾ ചോറ് അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. രാത്രി ചമ്മന്തിയും ചോറും ഒന്നും അല്ലെ, പിന്നെ അത് കഞ്ഞിയാക്കാൻ നിൽക്കണം. അതിലും എനിക്ക് എളുപ്പം ദോശയും ചുട്ട തക്കാളി ചട്നി അരയ്ക്കാനാണ്. ഡിന്നർ ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് കുളിക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ദോശമാവ് തട്ടിയിട്ട് കവറിൽ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച്, ആസ് എ ടിപ്പിക്കൽ ഇന്ത്യൻ ഹൗസ് വൈഫ്, അതും കൂടെ ഒഴിച്ച് ഇത്തിരി ഉപ്പും ഇത്തിരി സോഡാപ്പൊടിയും ഒക്കെ ഇട്ട് മാവ് നല്ലപോലെ കലക്കി അടച്ചു മാറ്റി വെച്ചു. ഇതിൻ്റെ അകത്ത് എൻ്റെ ഫ്രെയിം ഇപ്പോൾ ഓട്ടോമാറ്റിക് ആവും കേട്ടോ. ഞാൻ ഈ മാവ് കലക്കുന്നത് എടുക്കാനായിട്ട് ക്യാമറ വെച്ചതാണ്, പക്ഷേ അത് അതിൻ്റേതായ രീതിയിലാണ് ഈ പാനിങ് ഒക്കെ നടത്തിയത്. സ്റ്റാൻഡ് ചരിഞ്ഞു പോയി. ഇപ്പോൾ നോക്കുമ്പോൾ തോന്നും ഓട്ടോമാറ്റിക് ആണെന്ന്. ഞാൻ ഇതും കൊണ്ട് കഴുകാൻ പോണ അതിനനുസരിച്ച് ആ ഫ്രെയിം അങ്ങ് മാറി. പിന്നെ എഡിറ്റ് ചെയ്തപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ തല വന്നിട്ടുമില്ല. അവിടെ വന്നപ്പോഴത്തേക്ക് നിന്നു. ആ തലയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്ന് ദോശയൊക്കെ ചുടാനായിട്ടുള്ള കല്ല് വെച്ചു. എനിക്കൊരു കമൻറ്റ് വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള വീഡിയോസ് എന്നും പറഞ്ഞിട്ട്. ആക്ച്വലി ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റൊക്കെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇതിനേക്കാളും ഞാൻ കാമായിരുന്നു. അപ്പോൾ കമൻസ് വരുമായിരുന്നു, മോളെ വോയിസ് കുറവാണ്, കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കും. പിന്നെ ഞാനൊരു കംഫർട്ട് സോണിൽ എത്തി തുടങ്ങിയപ്പോഴത്തേക്കാണ് എനിക്ക് അത്യാവശ്യം ഇങ്ങനെയെങ്കിലും സംസാരിക്കാൻ പറ്റുന്നത് കേട്ടോ. സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ. പക്ഷേ എനിക്ക് വളവെള്ളാന്ന് സംസാരിക്കാൻ അറിയത്തില്ല. അല്ലാതെ ഈ ചാടിക്കയറി ഓവർ ഇൻറ്റിമസി കാണിക്കാനും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ചില കുഴപ്പങ്ങളെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അല്ല, അങ്ങനത്തെ ചില നല്ല ഗുണങ്ങൾ എനിക്കുണ്ട്. എസ്പെഷ്യലി ഇതേ ഇപ്പോൾ ഓരോ ആപ്പിൽ ഒരാൾക്ക് ഒരാളോട് സംസാരിക്കണമെങ്കിൽ കാശൊക്കെ കൊടുത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇത്ര മണിക്കൂറിന് ഇത്ര കാശ് എന്താണല്ലേ മൊത്തത്തിൽ. ഞാൻ മുമ്പ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു കേട്ടോ. ഒരു 10-40 വർഷം മുമ്പ്, ഇല്ല പോട്ടെ, ഒരു 50 വർഷം മുമ്പുള്ള ആരുടെടുത്തെങ്കിലും നമ്മൾ പോയിട്ട് ഞങ്ങളിപ്പോൾ വെള്ളം കാശ് കൊടുത്താണ് വാങ്ങിച്ചു കുടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എങ്ങനെയായിരിക്കും അതിനെ നോക്കിക്കാണുന്നത്? ആ ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു സംഭവത്തോടും തോന്നുന്നത് കേട്ടോ. എന്താണ് ആൾക്കാർ ഇങ്ങനെയെന്ന്. ബൈ ദോശയ്ക്കുള്ള തക്കാളി ചട്നി എൻ്റെ തട്ടിക്കൂട്ട് തക്കാളി ചട്നിയാണ് കേട്ടോ ഇത്. ഒരു 3 തക്കാളി, ഒരു ചെറിയ സവാള, ഇത്തിരി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടത് പിരിയമുളകാണ്. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് കൂടിയിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. വിറ്റ് ഇപ്പോൾ അല്പം സംസാരിക്കാൻ മടിയുള്ള ആൾക്കാർ, അതായത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെ ഡിറക്റ്റായിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കാനായിട്ട് ഡിറക്റ്റായിട്ടൊരു അപ്രോച്ച് നടത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ ഓപ്പണായിട്ട് അധികം സംസാരിക്കാൻ പറ്റാത്ത, എന്നാൽ അതിനെ ആഗ്രഹിക്കുന്ന ആൾക്കാരെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ഓരോ ഡാഷ് ആപ്പുകളൊക്കെ ഇറങ്ങുന്നത്. ആ ഡാഷിൽ ഞാൻ ആപ്പിൻ്റെ പേരല്ല ഉദ്ദേശിച്ചത്. ഒരു ബീപ്പ് സൗണ്ടാണെന്ന് കൂട്ടിക്കോളൂ. എനിക്ക് സത്യമായിട്ടും ഭയങ്കരമായിട്ട് ദേഷ്യം വരും കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വൈ FB, ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഓക്കെ, നമ്മൾ നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ എൻ്റെ ഈ ചാനൽ എനിക്ക് വർത്തമാനം പറയണമെന്ന് തോന്നുന്നതൊക്കെ ഞാൻ ഇതിൽ കൂടെ പറയാറുണ്ട്. പക്ഷേ ഇതിന് ഒരു മനുഷ്യജീവിയെടുത്ത് സംസാരിക്കാനായിട്ട് കാശ് കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് പ്രൊമോട്ട് ചെയ്തു എന്നും അതിൻ്റെ പ്രൊമോഷനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർ വേറെ കുറച്ച് പേര്. അത് എനിക്ക് മിക്കതും കാണുമ്പോൾ, എനിക്കെന്നല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലാവും. ചില ആൾക്കാരൊക്കെ ഈ സ്കിൻ കെയറിൻ്റെ പ്രൊമോഷൻസൊക്കെ ചെയ്യുന്നത് കണ്ടാലുണ്ടല്ലോ, അവർ ആ ഒരു മാസത്തിനുള്ളിൽ അവർ ചെയ്യുന്ന റീൽസിൽ അവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ ഈ സീറംസും ക്രീംസും ഒക്കെ ഡെയിലി ഓരോ മണിക്കൂർ വീതം മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ പോലും ഉറങ്ങുന്നതിന് മുമ്പ് 12 മണിക്കൂർ കൊണ്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റ്സും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് ഞാനിത് 2 ആഴ്ച ഉപയോഗിച്ചിട്ട് എനിക്ക് ഇത്ര റിസൾട്ട് ഉണ്ടായെന്ന് പറയുന്നത്? ഒരു 4-5 പ്രോഡക്റ്റ് ഡെയിലി മുഖത്ത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ഏതാണ് എഫക്റ്റീവ് ആയത്, ഏതാണ് അവരുടെ ഡാർക്ക് സ്പോട്ട്സ് ക്ലിയർ ചെയ്തതെന്നൊക്കെ എങ്ങനെ മനസ്സിലാവും അവർക്ക്? ഞാൻ വെറുതെ ഇരുന്ന് ആലോചിക്കുന്നതാണ് കേട്ടോ. അത് നിങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലത് കാണുമ്പോൾ തോന്നിപ്പോവും. അത് ഞാൻ ഈ പറഞ്ഞ പോലെ അലനെ പിടിച്ചിരുത്തി ഇതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ഇതൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടും കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങളാകുമ്പോഴത്തേക്ക് എൻ്റെ ഈ ഡൗട്ട്സൊക്കെ നിങ്ങൾക്കും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി താളിച്ചെടുക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലിൽ ഇത്തിരി കടുകും ഇത്തിരി ചെറിയ ജീരകവും കൂടിയാണ് ഞാൻ ഇടുന്നത്. അരച്ചപ്പോഴും ഞാൻ ഇത്തിരി ചെറിയ ജീരകം ചേർത്തിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് ആ കടുകും ജീരകവും ഒക്കെ പൊട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം.
ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇത്തിരി കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിത് ഇൻസ്റ്റാഗ്രാമിലൊരു ചേച്ചി ഉണ്ടാക്കുന്നതാണ് കണ്ടത്. അന്ന് ആ ചേച്ചി കല്ലുപ്പാണ് ഇട്ടിരുന്നത്. അന്ന് തൊട്ട് എനിക്ക് അങ്ങനെ ഇടാനാണ് ഇഷ്ടം. എനിക്ക് മൊത്തം ഉടക്കുന്നു. ഞാൻ തക്കാളി ചട്നി ചെയ്യുമ്പോഴത്തേക്ക് കല്ലുപ്പാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇത്തിരി കല്ലുപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ മേളിൽ വരുന്ന പരുവമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആ ജാറ് കഴുകിയ വെള്ളം ഒഴിക്കാം. വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിക്കാം. എന്നാലും ഈ കറി കുറുകി കിട്ടുന്ന ഒരു ടെക്നിക്കുണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതൊന്ന് വഴന്ന് വന്നിട്ട് ഒന്ന് മൂക്കണ്ടേ, അതായത് ഇപ്പം ഇതിനൊരു പച്ചമണമായിരിക്കും. അതൊന്ന് മാറാനായിട്ട് നമുക്കൊരു ഇത്തിരി നേരം, ഒരു ദോശ ചുട്ട് മറിച്ച് തിരിച്ചിട്ട് ഡിഷിലേക്കാവുന്ന അത്രയും സമയം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അത് കഴിയുമ്പോഴേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാറ് കഴുകിയ വെള്ളം, പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് കുറുകി കിട്ടാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ദോശമാവ് അതിൻ്റെ അകത്തുനിന്ന് 1 സ്പൂണോ 1.5 സ്പൂണോ 2 സ്പൂണോ ഒക്കെ ഇതിലേക്ക് ചേർത്താൽ മതി. ഇനിയും വെള്ളം ഒഴിക്കണമെങ്കിൽ അത് കണക്ക് 1 സ്പൂൺ മാവും കൂടെ ഒഴിക്കണം. ഇപ്പോൾ നല്ല തിക്കായിട്ട് വരും. ഇതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഈ സ്കിൻ കെയർ പ്രോഡക്ട്സിനെയൊക്കെ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ മൈ സ്കിൻ കെയർ റുട്ടീൻ ആഫ്റ്റർ 30 എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തതിൽ ആവശ്യത്തിൽ കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതല്ല. ഏതിന് എപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. ഡെയിലി ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ഒലയുടെ മോയ്സ്ചറൈസറും പിന്നെ നമ്മുടെ ഫോട്ടോ ബാൻ സൺസ്ക്രീനുമാണ്. പിന്നെ സീറംസും പിന്നെ ബോഡി ലോഷൻസ്, ബോഡിക്ക് വേണ്ടിയിട്ടുള്ള സൺസ്ക്രീൻ. അത് ഈ നമ്മൾ മുഖത്തിന് വേണ്ടി മേടിക്കുന്ന സൺസ്ക്രീൻ തന്നെ 100-300 രൂപയ്ക്ക് ഒരു കുഞ്ഞു ട്യൂബാണ് കിട്ടുന്നത്. അതെടുത്ത് കയ്യിലും കാലിലും തേക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല, എൻ്റെ ചങ്കിടിക്കും. അതുകൊണ്ട് ഞാൻ വാസ്ലിൻ്റെ സൺസ്ക്രീൻ ലോഷൻ മേടിച്ചിട്ടാണ് ദേഹത്ത് തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ആ പ്രോഡക്റ്റ്സ് ഒക്കെ. അല്ലാതെ കുരു പോകാൻ ഒരെണ്ണം, ടാൻ പോകാൻ ഒരെണ്ണം, നിറം വയ്ക്കാൻ ഒരെണ്ണം, തുടുക്കാൻ ഒരെണ്ണം, വെളുക്കാൻ ഒരെണ്ണം, എനിക്കറിയത്തില്ല എങ്ങനെ ഇവരിതൊക്കെ മാനേജ് ചെയ്യുന്നു എന്ന്. കള്ളമായിരിക്കണം. എല്ലാം കൂടെ യൂസ് ചെയ്യാനൊന്നും ആർക്കും പറ്റത്തില്ല. അതല്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ദിവസം ഓരോന്നും ഓരോ മണിക്കൂർ വെച്ചിട്ട് തേച്ചിട്ട് കഴുകി കളയേണ്ടി വരും. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഞാൻ എണ്ണി പറക്കി ദോശ ഇടയ്ക്ക് എണ്ണിയതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. എനിക്ക് അലനും വേണ്ടിയിട്ട് 4 ദോശ അലനും 3 ദോശ എനിക്കെന്നുള്ള കണക്കിൽ ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട്. നിലുവിന് ലില്ലിയംച്ചിയുടെ വീട്ടിൽ നിന്ന് അമ്മച്ചി ചോറ് കൊടുത്തിട്ടായിരിക്കും വിടുന്നത്. അമ്മയും മിക്കവാറും അവിടെ നിന്ന് തന്നെ ചോറോ കഞ്ഞിയോ എന്തെങ്കിലും കഴിക്കും. ദോശ വേണമെങ്കിൽ ഇവിടെ വരുമ്പോൾ ചുട്ട് കൊടുക്കാമല്ലോ. ഞാനതുകൊണ്ട് മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, വേണമെങ്കിൽ എടുക്കാമെന്ന് കരുതി അവിടെ വെച്ചിട്ടുണ്ട്. 2 പേരെയും കാണുന്നില്ല. ഇപ്പോൾ സമയം 10 ആയിട്ടുണ്ട് കേട്ടോ, പക്ഷെ 2 പേരെയും കാണുന്നില്ല, അമ്മേനെയും നിലുവിനെയും. ഇനി കുറച്ച് കഴിയുമ്പോൾ വിളിക്കണം. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഒരു അത്താഴ പ്രശ്നക്കാരനാണ് അതെൻ്റെ ഫോണിൽ വിളിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അവനോട് ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പറയും. സാധാരണ മതിൽ വഴി എടുത്ത് കൊടുക്കാറാണ് പതിവ്. അങ്ങനെ എബി ഇവിടെ എത്തി. അവർ 2 പേരും കൂടി ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഞാൻ കഴിക്കുന്ന പോലെ ചിലപ്പോൾ 3 ദോശ ആയിരിക്കത്തില്ലല്ലോ അവൻ കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പോയി ദോശ ചുടൽ തുടങ്ങി. അവർ കഴിക്കുന്നു, ഞാൻ ചൂടോടെ ചുട്ടുകൊട്ട് കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ സ്കിൻ കെയറിനെയൊക്കെ പറ്റി സംസാരിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഹെയർ സ്മൂത്തനിങ് ചെയ്യുന്നതിൻ്റെ കാര്യം അത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് എൻ്റെ മുടി പഴയതുപോലെ ആക്കാനാണ് കേട്ടോ. ഇനി കുറച്ച് നാൾ അങ്ങനെ കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ എൻ്റെ മുടി പഴയ പോലെ കുറച്ച് വേവി ആയിട്ട് ആക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് അറിയണം എന്ന് എനിക്കുണ്ട്. തൽക്കാലം വളർന്നു വരുന്ന മുടി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു സ്ട്രെയിറ്റ്നർ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടും ഞാൻ സ്മൂത്തനിങ് ചെയ്യാത്തത് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചു വീഡിയോ സ്റ്റക്കായതാണ്. പിന്നെ നോക്കിയപ്പോൾ ഞാൻ അനങ്ങുന്നുണ്ട്, അവനാണ് അനങ്ങാത്തത്. ആലൻ കഴുകിക്കൊണ്ടിരിക്കുക, അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ കണ്ണ് മാത്രം ചിമ്മുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് എബി അങ്ങ് പോയി. ഞാൻ പിന്നെ ഇരുന്ന് ഒരു 3 ദോശ കറക്റ്റായിരുന്നു. കറിയൊക്കെ കറക്റ്റായിരുന്നു. ഒരാൾക്കും കൂടെ കഴിക്കാനുള്ളത് കറി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിച്ച് തീർത്തു. അതിനിടയിൽ ഞാൻ അമ്മേനെ വിളിച്ചായിരുന്നു കേട്ടോ. എബി അലനും കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ എടുത്തത് അമ്മേനെ വിളിക്കാനായിട്ടാണ്, വരുന്നില്ലേ എന്ന് ചോദിക്കാനായിട്ട്. അപ്പോൾ അവർ ഷേളി ചേച്ചിയുടെ വീട്ടിൽ അവിടെ നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. നിലുവിനോടുണ്ടല്ലോ, ഇപ്പോൾ ഈ വീട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഉടനെ പറയുന്നത് ഈ വീട് ഇഷ്ടമല്ല, ഷേളി വീടാണ് ഇഷ്ടമെന്നാണ് പറയുന്നത് കേട്ടോ. അത്രയ്ക്കുണ്ട് അവർ തമ്മിലുള്ള അടുപ്പം. പക്ഷേ ഷേളി ചേച്ചി നീയൊക്കെ അവർ ഭോപ്പാളിലേക്ക് മറ്റോ തിരിച്ചു പോകും. അന്നേരം ഇവൻ എന്ത് ചെയ്യും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് അവിടെയായിട്ട്, നീയും ചേച്ചിയൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തിരി ലേറ്റ് ആയാലും കുറച്ചധികം നേരം അവിടെ തന്നെ അവനങ്ങ് ഇരിക്കുന്നത് കേട്ടോ. അവരും പോകാൻ പോവുമല്ലേ, അപ്പോൾ അതുകൊണ്ട് അവനെ മിസ് ചെയ്യാതിരിക്കാനായിട്ട് കുറച്ചധികം ടൈം ഇപ്പോൾ സ്പെൻഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് നിർത്തിയേക്കുന്നതാണ്. നമ്മുടെ ഈ യെല്ലോ കടായിയൊക്കെ ഞാൻ ആ സ്റ്റീൽ റാക്കിൽ വെക്കാത്തത് മറ്റ് പാത്രങ്ങളായിട്ട് ഉരഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻ്റൊക്കെ പോകുന്നു പിന്നെ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ഓസിന് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ സൂക്ഷിക്കണമല്ലോ. ഇതും നമ്മുടെ എഗ് ഓംലെറ്റ് ഉണ്ടാക്കുന്ന സംഭവമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡിവേഴ്സ് ചെയ്യാത്ത എൻ്റെ മമ്മിയുടെ വകയുള്ള ഐറ്റംസാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. പാത്രക്കടയിലെ ചേട്ടൻ പറഞ്ഞ പോലെ ചൂടോടെ നമ്മളൊരു പാത്രവും പെട്ടെന്ന് കഴുകാൻ പാടില്ല. അതുകൊണ്ട് ദോശക്കല്ല് തണുക്കാനായിട്ട് ഞാൻ അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അമ്മ ഇപ്പുറത്തെ സ്റ്റൗവിൽ അമൃതമൊക്കെ കാച്ചിയിട്ട് കഴുകി വെച്ചോളും. ടാറ്റ ബബ്ബയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.